പച്ചക്കൊടിയില്ലാതെ കോൺഗ്രസിന് രാജ്യത്ത് ജയിക്കാൻ കഴിയില്ലെന്നും അതിനാൽ നെഹ്റു കുടുംബം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും താൽപര്യങ്ങൾ മാത്രമാണ് സംരക്ഷിക്കുന്നതെന്നും ബിജെപി മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ലീഗ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ വിഭജനത്തിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച വന്ദേമാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയഗീതത്തെ തടസ്സപ്പെടുത്തുക വഴി 3 വർഷം തടവിൽ കിടക്കേണ്ട കുറ്റമാണ് സോണിയാഗാന്ധി നടത്തിയത്. വിദേശിയായ സോണിയയെ രാജ്യത്തെ നേതാവായി അംഗീകരിച്ചിട്ടും അവർ രാജ്യത്തോട് നന്ദി കാണിച്ചില്ല. ഈ നിന്ന രാജ്യം പൊറുക്കില്ല. വന്ദേമാതരം ചൊല്ലാത്ത ഒരേയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. സതീശനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമാണ്. സതീശൻ പൂക്കിയല്ല, രാജ്യദ്രോഹിയായ പോക്കിരി മുഖ്യമന്ത്രിയാണ്. ദുർഗയെ ആദരിക്കുന്നതിൽ ദേശീയ മുസ്ലിമുകൾക്ക് പ്രശ്നമില്ലെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഉൾപാർട്ടി ജനാധിപത്യം നല്ല ശീലമില്ല. ഇവിടുത്തെ മുഖ്യധാര BJP ഒഴിച്ച് മുഖ്യധാര പാർട്ടികളിൽ, പ്രാദേശിക പാർട്ടികളിൽ സമയാസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ഭാരവാഹികൾ മാറുകയും പുതിയ ലീഡർഷിപ്പ് വരികയും ചെയ്യുന്ന ശീലമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ പോലും ഈ ചോദ്യം ചോദിക്കുന്നത്. കാരണം ഓരോ 3 വർഷം കൂടുമ്പോഴും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭാരവാഹികളെ കൊണ്ടുവന്ന് ഒരു യുവ നേതൃത്വത്തെ രൂപീകരിക്കുക എന്നതാണ് BJPയുടെ ശൈലി. BJPയുടെ ശൈലിയിൽ നിന്ന് കേരള രാഷ്ട്രീയം കുറെ പഠിക്കാറുണ്ട്. സത്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. 3 കൊല്ലമല്ല, ഒരു 5-6 കൊല്ലത്തോളം ഈ കോവിഡിന്റെ ഒക്കെ കാലമായതുകൊണ്ട് ഭാരവാഹിത്വത്തിൽ നിൽക്കാൻ സാധിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അതില് ആ സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിൽ യാതൊരു കഥയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇന്നത്തെ നമ്മുടെ ക്യാമ്പയിൻ രാജ്യത്തെമ്പാടും നടക്കുന്നതാണ് ഈ വന്ദേ മാതര സദസ്സ്. സത്യത്തിൽ സോണിയാഗാന്ധി നമ്മുടെ ആ ഗീതത്തോട് മാത്രമല്ല, ഈ ഭാരത ഭൂമിയോട്, ആ ഭൂമിയിലെ 140 കോടി മക്കളോട് വലിയ നന്ദികേടാണ് കാണിച്ചിട്ടുള്ളത്. അവരൊരു വിദേശിയായിരുന്നു. നമ്മുടെ രാജ്യത്തൊരു പ്രധാനപ്പെട്ട കുടുംബാംഗം അവരെ പ്രണയിച്ചു. അവരെ ഈ ഭാരതം കാമുകിയായി കണ്ടു, ഭാര്യയായി കണ്ടു, അമ്മയായി കണ്ടു, സഹോദരിയായി കണ്ടു. എന്തിനേറെ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അവരെ നേതാവായി കണ്ടു. എന്നിട്ട് ഈ ഭാരത ഭൂമിയെ അവർ നിന്ദിച്ചിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വന്ദേ മാതരം ഗീതത്തിന്റെ അർത്ഥം സോണിയാഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ KC വേണുഗോപാലോ മറ്റോ അവരെ ഉപദേശിച്ചു കൊടുക്കണം. അത് ഈ രാജ്യത്തെ, നമ്മുടെ മാതൃരാജ്യത്തെ വന്ദിക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ അബുൽ കലാം ആസാദ് പാടി നടന്ന പാട്ടാണ്. ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദേശസ്നേഹം ഈമാന്റെ ഭാഗമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഈമാൻ കാര്യത്തിൽ 6 1 എല്ലാ പ്രവാചകന്മാരെയും ബഹുമാനിക്കണം. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ, അല്ലെങ്കിൽ ദുർഗയും ലക്ഷ്മിയും ഒക്കെ ഈ പ്രവാചക ഗുരു പരമ്പരയിൽപ്പെട്ടവരാണ്. 1,24,000 അംബിയാ മുർസലീങ്ങളെ വിശ്വസിക്കണമെന്നാണ് ഞങ്ങളെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതൊരു നല്ല ഡിബേറ്റിന് സാധ്യതയുള്ള വിഷയമാണ്. പക്ഷേ ഇത് വഴിതെറ്റിക്കുന്ന വിധത്തിൽ, ഇത് മുസ്ലിങ്ങളുടെ ഏകമത വിശ്വാസത്തിൽ, ഏകദൈവ വിശ്വാസത്തിനെതിരാണ് എന്നുള്ളതാണ്. നിങ്ങൾ വന്ദേ മാതരം അതിമനോഹരമായ ഒരു ഉപമാലങ്കൃതയിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. അത് ഈ രാജ്യത്തെ മനോഹരമായി വർണ്ണിക്കുന്ന ഒന്നാണ്. അതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈമാൻകാരെ അനുസരിച്ച് തന്നെ മുസ്ലിങ്ങൾക്ക് അത് പാടുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച ചോദ്യം നമ്മുടെ മരുമാൻ റിയാസിനെ കുറിച്ച് ചോദിക്കുന്ന വിചാരിച്ച നിങ്ങൾ ആരും അത് ചോദിക്കുന്നില്ല. ഏറ്റവും കറണ്ട് എന്ന് പറയുന്ന പ്രാധാന്യമുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. റിയാസ് പറയുന്നത് പാർട്ടി പ്രതിരോധിക്കുമെന്നാണ്. എനിക്ക് കോഴിക്കോട് പാർട്ടിക്കാരോട് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാറിയവനെ പേറിയാൽ
പേറിയവനും നാറും. അതാണ് കോഴിക്കോട്ടെ CPM ലീഡർഷിപ്പിനോട് എനിക്ക് പറയാനുള്ളത്. ഈ റിയാസ് എന്ന് പറയുന്നത് കേരളം കണ്ട യുവ നേതാക്കളെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇവിടുത്തെ വളരെ ചെറിയ പ്രായത്തിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം 3 തവണ MLA ആയ ശേഷമാണ്, എല്ലാവരും വളരെ സീനിയറായ ശേഷമാണ് സാധാരണ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുക, അതും ചെറിയൊരു മന്ത്രിസ്ഥാനം. പക്ഷെ റിയാസ് ആദ്യ തവണ MLA ആയപ്പം തന്നെ അദ്ദേഹത്തിന് തലയിൽ പൊങ്ങാത്ത 2 വകുപ്പ്, ഒന്ന് PWD, ടൂറിസം, രണ്ടും മരുമകന് നല്ലോണം കക്കാൻ പറ്റിയ വകുപ്പായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഊരാളങ്കൽ സൊസൈറ്റി വഴിയാണ്. കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കരാർ പ്രവൃത്തി എങ്ങനെ നടക്കുമെന്നറിയോ? അതായത് PWD എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു കരാറുകാരനാണ് പ്രവൃത്തി നടത്തുക. പക്ഷെ ഇവിടെ സൊസൈറ്റിയുടെ മറവിൽ ഊരാളങ്കൽ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ അതിന്റെ എല്ലാ പദ്ധതികളും, അതിന് അവരെ ഫണ്ട് എല്ലാം നിർണ്ണയിക്കുന്ന അവരാണ്. എന്നിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കും. അപ്പൊ സാധാരണ കരാറുകാരിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ കമ്മീഷൻ ഊരാളങ്കൽ വഴി ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ യുവ നേതാവാണ് മുഹമ്മദ് റിയാസ്. റിയാസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. റിയാസ് പറയുന്നത് എന്റെ സുഹൃത്തുക്കളെ അല്ല, തന്റെ ബിനാമികളെയാണ്, തന്റെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ബിനാമികളെയാണ് ED ചോദ്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, കേരളത്തിലെ പലപ്പോഴും EDനെ കുറിച്ച് ആദ്യകാലത്തിലൊക്കെ ചർച്ച നടന്നത് ED രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത്, VD സതീശൻ പറയുന്നത്, ഈ പൊതുവെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഡിബേറ്റുകളെല്ലാം നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് EDയെ പ്രശംസിക്കുന്ന നിലയിലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ കുടുംബം നടത്തിയിട്ടുള്ളത്, പിണറായി വിജയന്റെ കുടുംബം നടത്തിയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഇവർ നല്ല ശിക്ഷ അനുഭവിക്കും. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വേട്ടയാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ എടുത്ത കേസിൽ കഴമ്പില്ലാത്തത് കൊണ്ടാണ് പുതിയ കേസെടുക്കാനുള്ള ED നീക്കം ആരോപണം. ഒരിക്കലുമില്ല. കാരണം ഇത് സാധാരണ കള്ളപ്പണത്തിൽ നിന്ന് ഇത് ഫെമയിലേക്ക് പോവാണ്. വെരി സീരിയസ് കേസായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വീണയും പിണറായി വിജയനും റിയാസും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ വലിയ ശിക്ഷ തന്നെ ഏറ്റുവാങ്ങും. ഇപ്പോൾ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കട്ടിട്ടുണ്ടാക്കിയ കുറെ സ്വത്ത് വീണക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് കസ്റ്റഡിയിലായി. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു. അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവർ ഇപ്പോൾ തന്നെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവര് വെള്ളം കുടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവനെ ഈ കാട്ട് കള്ളന പേറിയാല് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്.